32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ 32 ആണോ 31 ആണോ എന്നൊക്കെ അറിഞ്ഞു വെക്കണം അല്ലെ? അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേട്ടോ, എഴുത്തച്ഛൻ പുരസ്കാരം. ഓക്കെ, അപ്പൊ ഞാൻ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക കേട്ടോ, മൈൻഡിലേക്ക് കൊണ്ടുവരട്ടെ. അപ്പോ 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്, അതായത് 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് NS മാധവനാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? NS മാധവനാണ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ഹിഗ്വിറ്റ എന്ന് പറയുന്നത് കേട്ടോ. നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് സമഗ്ര സംഭാവനയ്ക്ക് കിട്ടുന്ന പുരസ്കാരമാണ്. ഓക്കെ, അപ്പൊ ഹിഗ്വിറ്റ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് എന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കാം. അപ്പൊ ഇനി നമുക്ക് ചെറിയ കണക്ഷൻ കൊടുക്കാം. എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് അച്ഛനായിട്ട് കണക്ട് ചെയ്യാം. അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിറ്റ്ലർ സിനിമേനകത്തുള്ള മാധവൻകുട്ടി ഉണ്ടല്ലോ അല്ലെ, മമ്മൂട്ടിയുടെ റോള് മാധവനായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഒരു അച്ഛന്റെ വാത്സല്യൊക്കെ കൊടുത്തിട്ടുള്ള ഒരു റോളായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് അച്ഛൻ, എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ NS മാധവനായിട്ട് കണക്ട് ചെയ്യാം. ഇനി അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് നമ്മുടെ ഹിഗ്വിറ്റ എന്ന് പറയുന്നത്. ഹിറ്റ്ലർ ഫിലിമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ, ഹിഗ്വിറ്റ ഹിറ്റ്ലർ ഫിലിമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇനി 32ാമത്തെ ആയിട്ട് നമ്മൾ എങ്ങനെയാ ഓർത്തു വെക്കുക? 32ാമത്തെ ആണെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റേഴ്സിനൊക്കെ ആരെങ്കിലൊക്കെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ 32 പല്ലും കളയും നമ്മുടെ മാധവനായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 32ാമത്തെ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം, NS മാധവൻ കേട്ടോ. ഇനി 2024 കണക്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഈ ഒരു പോസ്റ്ററിൽ കാണുന്ന പോലെ ഒരു സിസ്റ്റർ പോയി അല്ലെ, അപ്പൊ ബാക്കി 4 പേരാണ് ഉള്ളത്. അപ്പൊ 4 പേരുള്ള ഈ ഒരു സീൻ നിങ്ങളുടെ മൈൻഡിലേക്ക് വരട്ടെ കേട്ടോ. അപ്പൊ 4 എന്നുള്ള രീതിയിൽ 2024 കൂടെ കണക്ട് ചെയ്യാം. കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ 32ാമത്തെ പുരസ്കാരമാണ് കിട്ടിയെന്നുള്ളത് ഓർത്തു വയ്ക്കാം. NS മാധവന് സമഗ്ര സംഭാവനയ്ക്കാണ് കിട്ടുന്നത്. ഹിഗ്വിറ്റ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് എന്നുള്ളത് അറിഞ്ഞു വെക്കുക കേട്ടോ. ഇനി NS മാധവൻ എന്ന് പറയുന്ന പോലെ തന്നെ തൊട്ട് മുമ്പത്തെ വർഷത്തിൽ കിട്ടിയിട്ടുള്ളത് SK വസന്തൻ, മാധവൻ വസന്തൻ. ഓക്കെ, ഒരു ഇൻ വെച്ചിട്ട് തന്നെയാണ് ലാസ്റ്റും വരുന്നത്. SK വസന്തൻ ആണ് കിട്ടുക. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്, ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ മതി. അപ്പൊ വർഷവുമായിട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. 2024 നമ്മൾ ആദ്യം പഠിച്ചു, പിന്നെ 2023 SK വസന്തൻ. ഇനി 2022 കിട്ടിയിട്ടുള്ളത് സേതു മാധവനാണ് കിട്ടിയിട്ടുള്ളത്. സേതു അല്ലെ. അപ്പോ നമ്മുടെ അച്ഛനുമായിട്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണ്. സേതു മാധവൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മോഹൻലാലിന്റെ റോളും കൂടെ ഉണ്ടല്ലോ അല്ലെ, കിരീടം ചെങ്കോല്. അപ്പോ 2 പാർട്ട് ഉണ്ട് അല്ലെ. സേതു എന്ന് പറയുമ്പോൾ 2 പാർട്ട് ഉണ്ട്, കിരീടം ഉണ്ട് ചെങ്കോലുണ്ട്. അതുമായിട്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി അച്ഛനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അതിനകത്ത് അച്ഛന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫിലിം തന്നെയാണ് അല്ലെ. അപ്പൊ 2022 കിട്ടിയിട്ടുള്ളത് സേതുവിനാണ് കിട്ടിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഇനി 2021 കിട്ടിയിട്ടുള്ളത് ഒന്നുപോലെ പി അല്ലെ, ഒന്നൊന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പി കിട്ടും. പി വത്സലയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ അച്ഛന് നല്ല വാത്സല്യമുള്ള ഒരു അച്ഛനാണെന്ന് ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ വത്സലയായിട്ട് ഒന്ന് ഓർത്തു വെക്കാം. 2021 കിട്ടിയിട്ടുള്ളത് പി വത്സലയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അവിടെയും കണക്ട് ചെയ്ത് പഠിക്കുക. 2023 നവംബർ 21 പി വത്സല അന്തരിച്ചിട്ടുള്ളത് കേട്ടോ. 2023 നവംബർ 21 അന്തരിച്ചിട്ടുള്ളത്. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരത്തിലെല്ലാം കിട്ടുന്നുണ്ടോ? വർഷവും കൂടി ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടോ? 2024 അതായത് 32ാമത്തെ കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? NS മാധവൻ. ഓക്കെ, 2023 മാധവൻ പറയുന്ന പോലെ തന്നെ വസന്തൻ. 2022 2 സിനിമ പാർട്ടുള്ള നമ്മുടെ സേതു അല്ലെ. അപ്പൊ സേതു എല്ലാം അച്ഛനായിട്ട് കണക്ട് ചെയ്യാം. മാധവൻ എന്ന് പറയുമ്പോൾ അച്ഛന്റെ സ്നേഹം കൊടുത്തു. അതേപോലെ തന്നെ സേതു ആണെങ്കിലും അല്ലെ, അതിനകത്തും അച്ഛന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ സേതുവായിട്ട് കണക്ട് ചെയ്തു. നല്ല വാത്സല്യമുള്ള അച്ഛൻ എന്നുള്ള രീതിയിൽ വത്സലയായിട്ട് കണക്ട് ചെയ്യാം. 2021 ഓർത്തു വെക്കാം അല്ലെ. ഒന്ന് ജോയിൻ ചെയ്യുമ്പോൾ പി ആയിട്ട്. ഇത്രയും ഓക്കെ എന്ന് വിചാരിക്കണം കേട്ടോ. ഇനി സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. അച്ഛൻ വാത്സല്യൊക്കെ കാണിക്കുന്നത് 5 പേരിൽ വെച്ചിട്ട് ഓർത്തു വെക്കാം. അങ്ങനെ നമുക്ക് 5 ലക്ഷം രൂപയായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇനി ആരംഭിച്ചിട്ടുള്ള വർഷം 1993 കേട്ടോ. ആരംഭിച്ചിട്ടുള്ളത് 1993. ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞമ്പിള്ളയാണ്. ശൂരനായിട്ടുള്ള അച്ഛനാണെന്ന് ഓർക്കാം അല്ലെ. ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞമ്പിള്ള. 2ാമത്തത് തകഴിയാണ്. 3ാമത്തത് ബാലാമണി അമ്മയാണ് കേട്ടോ. അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഇതിനകത്ത് ഉണ്ട്. അപ്പോ ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞമ്പിള്ള, 2ാമത് തകഴി, 3ാമത് ബാലാമണി. അതേപോലെ തന്നെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. സമഗ്ര സംഭാവനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും എല്ലാവർക്കും സെറ്റ് ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നോക്കുക. വർഷമായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കുക, അല്ലാതെ ജസ്റ്റ് പേരുകൾ മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. കാരണം എക്സാമിന് ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് NS മാധവനാന്ന് അറിയാം, പക്ഷെ 2025 ആണോ 4 ആണോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ തെറ്റിപ്പോവാ കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന വയലാർ പുരസ്കാരമാണ്.
2024 വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അശോകൻ ചെരുവിലിനാണ് കിട്ടിയിട്ടുള്ളത്. 2024 വയലാർ പുരസ്കാരം ആർക്കാ കിട്ടിയിട്ടുള്ളത്? അശോകൻ ചെരുവിലിനാണ് കിട്ടിയിട്ടുള്ളത്. കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, കാട്ടൂർ കടവ് എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. 2023 കിട്ടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയിട്ടുള്ളത്. ജീവിതം ഒരു പെൻഡുലം എന്നുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 2023 കിട്ടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം. 2022 കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷിനാണ്, മീശയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. 2022 കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷ്, മീശ. 2021 കിട്ടിയിട്ടുള്ളത് ബെന്യാമിൻ. ഓക്കെ, 2021 ബെന്യാമിൻ. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. 2024 കിട്ടിയിട്ടുള്ള അശോകൻ ചെരുവിലിനാണ് കാട്ടൂർ കടവ് അല്ലെ. ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, വയലില് നമ്മുടെ പാടം അല്ലെ, പാടത്ത് അശോകൻ എന്ന് പറഞ്ഞുള്ള ഒരു കുമാരൻ നിൽക്കുകയാണ് കേട്ടോ. വയലില് അശോകൻ എന്ന് പറഞ്ഞുള്ള ഒരു കുമാരൻ നിൽക്കുകയാണ്. മീശയൊക്കെ രണ്ട് സൈഡിലും മീശയൊക്കെ പിരിച്ച് അശോകൻ എന്ന് പറഞ്ഞിട്ടുള്ള കുമാരൻ മീശയൊക്കെ രണ്ട് സൈഡിലും പിരിച്ച് വയലിൽ നിൽക്കുകയാണ്. ബനിയനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ബനിയൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. 2024 കിട്ടിയിട്ടുള്ളത് അശോകൻ ചെരുവിലാണ്. ഓക്കെ, അപ്പോ 4 സൈഡിലും ചെരിഞ്ഞു എന്നൊക്കെ ഓർത്തു വെക്കാം കേട്ടോ. 4 സൈഡിലും ചെരിവുണ്ട് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അപ്പൊ 2024 ചെരുവില് കിട്ടിയിട്ടുള്ളത് അശോകൻ ചെരുവില് കാട്ടൂർ കടവ്. ഓക്കെ, കാറ്റ് വന്നുകൊണ്ട് ചെരിഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം, കാട്ടൂർ കടവ്. 2023 കിട്ടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം. അപ്പൊ അത് നമുക്ക് ഓർത്തു വെക്കാലോ. 2024 അശോകൻ ചെരുവില് 4 സൈഡിലും ചെരിഞ്ഞു എന്ന് ഓർത്തു വെക്കാലോ. അപ്പൊ അതിന് തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ അശോകൻ എന്ന് പറഞ്ഞുള്ള കുമാരൻ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ 2023 ആ കുമാരനായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയിട്ടുള്ളത് ജീവിതം ഒരു പെൻഡുലം. അതേപോലെ തന്നെ 2022 കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷിനാണ് കിട്ടിയിട്ടുള്ളത്, മീശയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. മീശ രണ്ട് സൈഡിലും പിരിച്ചു വെച്ചു എന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ. അപ്പോ 2022 കണക്ട് ചെയ്യാം, മീശ രണ്ട് സൈഡിലും പിരിച്ചു വെച്ചു. അപ്പൊ 2022 എസ് ഹരീഷിനാണ് കിട്ടിയിട്ടുള്ളത്. 2021 കിട്ടിയിട്ടുള്ളത് ബെന്യാമിൻ. ഓക്കെ, 3 വർഷത്തെയാണ് സാധാരണ ചോദിക്കാറ്, എന്നാലും ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. 2021 കിട്ടിയിട്ടുള്ളത് ബെന്യാമിനാണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഓക്കെ, അപ്പോ വയലാർ പുരസ്കാരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? അപ്പൊ 4 വെച്ചിട്ട് 4 ചെരുവുണ്ട് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം അല്ലെ. ഓക്കെ, അതേപോലെ തന്നെ അശോകൻ എന്ന് പറഞ്ഞുള്ള കുമാരൻ മീശ രണ്ട് സൈഡിലും പിരിച്ചു വെച്ചു, ബനിയൻ ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. ഇതൊക്കെ വയലിലാണ് നമ്മുടെ അശോകൻ നിൽക്കുന്നത്. ഓക്കെ, ഇനി സമ്മാനത്തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. വയലിൽ ഇങ്ങനെ നെൽക്കതിരൊക്കെ നിൽക്കുന്ന പോലെ ഒന്നുപോലെയൊക്കെ 1 ലക്ഷം രൂപയായിട്ടും കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ സമ്മാനത്തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. പ്രഥമ ജേതാവ് ലളിതാംബിക അന്തർജനം, കൃതി അഗ്നിസാക്ഷി. ഓക്കെ, പ്രഥമ ജേതാവ് ആരാണ്? ലളിതാംബിക അന്തർജനം. രണ്ടാമത്തത് കെ ബാലകൃഷ്ണനാണ്, കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ, അതിനാണ് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തത് കെ ബാലകൃഷ്ണൻ. MT വാസുദേവൻ നായർക്ക് 1985 കിട്ടിയിട്ടുണ്ട്, രണ്ടാം ഊഴത്തിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ MT വാസുദേവൻ നായർ അന്തരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളും ഒക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പൊ MT വാസുദേവൻ നായർക്ക് വയലാർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് 1985 രണ്ടാം ഊഴത്തിനാണ് അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അറിഞ്ഞു വെച്ചേക്ക്, ചോദിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരവും വയലാർ പുരസ്കാരവും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി നമ്മൾ നോക്കുന്ന വള്ളത്തോൾ പുരസ്കാരമാണ്. അപ്പൊ രണ്ടാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേട്ടോ. ആദ്യത്തേതാ എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അപ്പൊ രണ്ടാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. ആരംഭിച്ചിട്ടുള്ളത് 1991 ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 1,11,111 രൂപയാണ് കേട്ടോ. 6-1. പ്രഥമ ജേതാവ് പാലാ നാരായണൻ നായർ, രണ്ടാമത്തെ ശൂരനാട് കുഞ്ഞമ്പിള്ള, ആദ്യ വനിത ബാലാമണി അമ്മ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 2017 കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 3 വർഷം നമ്മൾ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ 2017 തൊട്ടിട്ടാണ് നമ്മൾ പറയുന്നത്. 2017 കിട്ടിയിട്ടുള്ളത് പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. 2018 കിട്ടിയിട്ടുള്ളത് M മുകുന്ദനാണ്. 2019 കിട്ടിയിട്ടുള്ളത് പോൾ സക്രിയയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് ഓർത്തു വയ്ക്കാം, PM അതായത് നമ്മുടെ P എന്ന് പറഞ്ഞാൽ പ്രഭാവർമ്മ, M എന്ന് പറയുമ്പോൾ M മുകുന്ദൻ, PM പ്രൈം മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. PMന്റെ ഡ്രസ്സിൽ കറിയായി ഓർക്കാം, കറി. ഓക്കെ, സക്കറിയ. ഓക്കെ, 2019 സക്രിയയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ 2019 ഈ 9 പോലെ തന്നെ തിരിച്ചിടുമ്പോ ഇങ്ങനെ P കിട്ടില്ലേ, അതുമായിട്ട് ഓർത്തു വയ്ക്കാം. 2019 ആർക്ക് കിട്ടിയിട്ടുള്ളത്? P വെച്ചിട്ട് പോൾ സക്രിയ കേട്ടോ. പോൾ സക്രിയയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. 2018 കിട്ടിയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ M മുകുന്ദനും, 2017 കിട്ടിയിട്ടുള്ളത് പ്രഭാവർമ്മ.
ഓക്കെ, അപ്പൊ പ്രൈം മിനിസ്റ്റർ PM എന്നുള്ള രീതിയിൽ PM എന്റെ ഡ്രസ്സിൽ കറിയായി വള്ളത്തിൽ പോയപ്പോ കേട്ടോ, വഞ്ചിയിൽ പോയപ്പോ വള്ളത്തിൽ പോയപ്പോ PM ന്റെ ഡ്രസ്സിൽ കറിയായി എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഓക്കെ, അതേപോലെ തന്നെ പ്രഥമ ജേതാവ് പാലാ നാരായണൻ നായരാണ് അല്ലെ. പാലത്തിന്റെ അടിയിൽ കൂടെയാണ് വള്ളത്തിൽ പോയെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഓർത്തു വെക്കാം. പാലാ നാരായണൻ നായർക്കാണ് പ്രഥമ ജേതാവ്. രണ്ടാമത്തെ ശൂരനാട് കുഞ്ഞമ്പിള്ള, ആദ്യ വനിത ബാലാമണി അമ്മയാണ് കേട്ടോ. പിന്നെ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു ഒന്നിന്റെ കളിയാണ് അല്ലെ. ആരംഭിച്ചത് 1991 സമ്മാനത്തുക 6-1 അല്ലെ. അപ്പോ ഓക്കെ, അപ്പൊ ഓടക്കുഴൽ പുരസ്കാരം 2024 ആർക്കാണ് കിട്ടിയത് നമുക്ക് നോക്കാം. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? K അരവിന്ദാക്ഷനാണ് കിട്ടിയിട്ടുള്ളത്. ഗോപ എന്ന് പറഞ്ഞുള്ള നോവലിനാണ് കിട്ടിയിട്ടുള്ളത്. 2023 കിട്ടിയിട്ടുള്ളത് PN ഗോപികൃഷ്ണനാണ് കിട്ടിയിട്ടുള്ളത്. കവിത മാംസഭോജിയാണ് എന്നുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. കവിത മാംസഭോജിയാണ് കേട്ടോ. 2022 കിട്ടിയിട്ടുള്ളത് അംബികാസുധൻ മങ്ങാടനാണ് കിട്ടിയിട്ടുള്ളത്. പ്രാണവായു. 2021 കിട്ടിയിട്ടുള്ളത് സാറ ജോസഫിന് ബുധിനിക്കാണ് എന്ന നോവലിനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഓടക്കുഴൽ പുരസ്കാരമാണ് അല്ലെ. ജസ്റ്റ് ഓർത്തു വയ്ക്കാം. ഓടക്കുഴൽ അരയിൽ വെച്ചിട്ടുള്ള കൃഷ്ണനെ നമുക്കൊന്ന് ഓർക്കാം. ദേ ഈ ഒരു പിക്ചറിൽ കാണിക്കുന്ന പോലെ തന്നെ ഓടക്കുഴൽ അരയിൽ വെച്ചിട്ടുള്ള കൃഷ്ണൻ കേട്ടോ. അപ്പൊ 2024 ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? K അരവിന്ദാക്ഷൻ. അരയിൽ വെച്ചാന്നുള്ള രീതിയിൽ അര വെച്ചിട്ട് അരവിന്ദാക്ഷൻ എന്ന് ഓർത്തു വയ്ക്കാം. ഗോപ എന്ന് പറഞ്ഞിട്ടുള്ള നോവലാണ്. ഓക്കെ ഓക്കെ, അപ്പൊ അരവിന്ദാക്ഷൻ ഗോപ എന്ന നോവലിനാണ് കിട്ടിയിട്ടുള്ളത്. 2023 കിട്ടിയിട്ടുള്ളത് PN ഗോപികൃഷ്ണൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഓടക്കുഴൽ അരയിൽ വെച്ചിട്ടുള്ള കൃഷ്ണൻ അല്ലെ. അപ്പൊ 2023 കിട്ടിയിട്ടുള്ളത് ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ്. 2022 കിട്ടിയിട്ടുള്ളത് അംബികാസുധൻ മങ്ങാടനാണ് കിട്ടിയിട്ടുള്ളത്. പ്രാണവായു നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ കുഴലൊക്കെ വെച്ച് സുധൻ എന്ന് പറഞ്ഞാൽ പുത്രൻ അല്ലെ. അംബികാസുധനെ രണ്ട് കൈയിലും അടിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ 2022 ആയിട്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അംബികാസുധനെ രണ്ട് കൈയിലും അടിച്ചു ഓടക്കുഴലിൽ വെച്ച്. ഓടക്കുഴലല്ല, നമ്മുടെ ചൂരലാണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ചൂരിൽ വെച്ച് അടിച്ചു എന്നുള്ള രീതിയിൽ ഓർക്കാം. കുട്ടി പ്രാണവായു കൊണ്ട് ഓടി എന്ന് ഓർക്കാം അല്ലെ. സുധൻ പ്രാണവായു കൊണ്ട് ഓടി എന്നുള്ള രീതിയിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. 2021 കിട്ടിയിട്ടുള്ളത് സാറ ജോസഫിനാണ്. ബുധിനിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓർത്തു വെക്കാം, ഒന്നുപോലെ ഇരിക്കുന്ന നമ്മുടെ കുഴല് അല്ലെങ്കിൽ ചൂരലായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ചൂരലായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഒന്നുപോലെ ഇരിക്കുന്ന ഓടക്കുഴൽ സാറ് അടിച്ചു എന്ന് ഓർക്കാം. ഓക്കെ, ബുദ്ധിയില്ലാത്തൊരു കുട്ടീനെ അടിച്ചു എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ സാറാ ജോസഫിന്റെ ആണ് ബുധിനി എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ. ഓക്കെ, പിന്നെ 2024 കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? K അരവിന്ദാക്ഷനാണ് കിട്ടിയിട്ടുള്ളത്. 2023 കിട്ടിയിട്ടുള്ളത് PN ഗോപികൃഷ്ണനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വർഷം വെച്ചിട്ടും കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ പഠിച്ചു വെച്ചേക്ക്. 2024 കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? K അരവിന്ദാക്ഷനാണ് കിട്ടിയിട്ടുള്ളത്. ഗോപ എന്ന നോവലിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഗോപ എന്ന നോവലിനാണ് കിട്ടിയിട്ടുള്ളത്. 2023 കിട്ടിയിട്ടുള്ളത് PN ഗോപികൃഷ്ണന്. കവിത മാംസഭോജിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. സമ്മാനത്തുക 30,000 രൂപയാണ്. സമ്മാനത്തുക 30,000 രൂപ. ആരംഭിച്ചിട്ടുള്ള വർഷം 1969 ആണ് കേട്ടോ. 1969. പ്രഥമ ജേതാവ് വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. നമുക്ക് ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ തന്നെ കൃഷ്ണൻ വെണ്ണയായിട്ടൊക്കെ കണക്ട് ചെയ്യാലോ. അപ്പൊ വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനാണ് പ്രഥമ ജേതാവ് കേട്ടോ. രണ്ടാമത്തെ OV വിജയനാണ്. പ്രഥമ വനിത ലളിതാംബിക അന്തർജനമാണ് കേട്ടോ. 1977 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മുടെ കറന്റ് അഫയേഴ്സിന്റെയും ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെ ഒക്കെ കോഴ്സ് ഉണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഓസ്കർ പുരസ്കാരം കിട്ടിയിട്ടുള്ള മികച്ച ചിത്രമാണ്. ഏത് ചിത്രത്തിനാണ് കിട്ടിയിട്ടുള്ളത്? അനോറയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഏതാണ് ഫിലിം? അനോറ. എല്ലാവരും പഠിച്ചേക്കണേ, അനോറ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. 5 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി 97ാമത്തെ ഓസ്കർ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ തിളങ്ങി അനോറ. അപ്പൊ എത്ര പുരസ്കാരങ്ങളാണ് അനോറയ്ക്ക് കിട്ടിയിട്ടുള്ളത്? 5 പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. എത്രാമത്തെ ഓസ്കർ ചലച്ചിത്ര പുരസ്കാരമായിരുന്നു? 97ാമത്തെ ആയിരുന്നു എന്നും കൂടെ ഓർത്തു വയ്ക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു 5 പുരസ്കാരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു അല്ലെ. ഏതിനൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? മികച്ച സിനിമ, സംവിധാനം, നടി, ഒറിജിനൽ സ്ക്രീൻ പ്ലേ, എഡിറ്റിംഗ്. ഓക്കെ, 5 പഠിച്ചു വെച്ചേക്കണേ. മികച്ച സിനിമ, സംവിധാനം, നടി, ഒറിജിനൽ സ്ക്രീൻ പ്ലേ, എഡിറ്റിംഗ്. മികച്ച സിനിമ ഏതാണ്? അനോറ. എത്ര പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്? 5 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് മികച്ച സംവിധായകൻ ആരാന്ന്
നോക്കാം. ഓക്കെ, മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ ആണ് കേട്ടോ. ഷോൺ ബേക്കർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനോറ ഫിലിമിനാണ് കിട്ടിയിട്ടുള്ളത്. ഷോൺ ബേക്കർ. എങ്ങനെ ഓർത്തു വെക്കുക? നമുക്ക് സംവിധായകൻ എന്ന് പറയുമ്പോൾ ഡയറക്ടർ ആണ് അല്ലെ. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ മേക്ക് ചെയ്യുന്ന ആളല്ലേ. അപ്പൊ മേക്കർ എന്നുള്ള രീതിയിൽ ഓർക്കാലോ. മേക്കർ അല്ലെ, ഉണ്ടാക്കുന്ന ആളല്ലേ. മേക്കർ എന്നുള്ള രീതിയിൽ ബേക്കർ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഷോൺ ബേക്കർ, ഷോൺ ബേക്കർ. അല്ലെങ്കിൽ സിനിമ ബേക്ക് ചെയ്തെടുത്തു എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. മികച്ച സംവിധായകൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഷോൺ ബേക്കർ, ഷോൺ ബേക്കർ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മികച്ച നടനാണ്. മികച്ച നടൻ ആരാണ്? ഏഡ്രിയൻ ബ്രോഡി ആണ് കേട്ടോ. ഏഡ്രിയൻ ബ്രോഡി ആണ്. ചിത്രം പഠിച്ചു വെച്ചേക്കുക. ബ്രൂട്ടലിസ്റ്റിനാണ് മികച്ച നടൻ എന്നുള്ള രീതിയിൽ എഡ്രിയൻ ബ്രോഡിക്ക് 2025 പുരസ്കാരം കിട്ടിയിട്ടുള്ളത്, ഓസ്കർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഫിലിം ഏതാണ്? ബ്രൂട്ടലിസ്റ്റ്. അപ്പൊ മികച്ച നടന് നല്ല ബോഡി ആയിരുന്നു എന്ന് ഓർക്കാം കേട്ടോ. മികച്ച നടനാണെങ്കിൽ നല്ല ബോഡി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നൊക്കെ ജസ്റ്റ് ഓർത്തു വെക്കുക അല്ലെ. മികച്ച നടൻ ആരാണ്? ഏഡ്രിയൻ ബ്രോഡി. അപ്പൊ നല്ല ബോഡി ആയിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ഓർക്കാം. ബ്രൂട്ടലിസ്റ്റ് എന്ന ഫിലിമിനാണ് കിട്ടിയിട്ടുള്ളത്. മികച്ച നടൻ ഏഡ്രിയൻ ബ്രോഡി. അടുത്ത് നോക്കാം, മികച്ച നടി ആരാ? മിക്കി മാഡിസൺ ആണ് കേട്ടോ. മികച്ച നടി ആരാണ്? മിക്കി മാഡിസൺ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അനോറയിലെ അഭിനയത്തിനാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അല്ലെ. 5 പുരസ്കാരം കിട്ടിയിട്ടുണ്ടല്ലോ അനോറയ്ക്ക്. അപ്പൊ അതില് മികച്ച നടി മിക്കി മാഡിസൺ, മിക്കി മാഡിസൺ. ഓക്കെ, ഞാൻ ഓർത്തു വെച്ചേക്കണത് മിക്കി എന്ന് പറയുമ്പോൾ മയക്കി എന്നാണ് ഓർത്തു വെച്ചേക്കണത്. മയക്കി അല്ലെ. മികച്ച നടി നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും മയക്കി എന്നുള്ള രീതിയിൽ ഓർത്തേക്കാണ്. ഓക്കെ, അപ്പൊ മിക്കി മാഡിസൺ, മിക്കി മാഡിസൺ ആണ് മികച്ച നടി. അനോറയിലെ അഭിനയത്തിനാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. നമുക്ക് പഠിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം, എന്നിട്ട് വേഗം അടുത്ത് നോക്കാം കേട്ടോ. മികച്ച സംവിധായകൻ ആരാ എന്ന് ഓർത്തു നോക്കിയേ? ബേക്കർ അല്ലെ. അപ്പോ ഷോൺ ബേക്കർ മേക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം. ഫിലിം ഏതാണ്? അനോറ. എത്ര പുരസ്കാരം കിട്ടിയിട്ടുണ്ട്? 5 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളാണ്? മികച്ച സിനിമ, സംവിധാനം, നടി, ഒറിജിനൽ സ്ക്രീൻ പ്ലേ, എഡിറ്റിംഗ്. ഓക്കെ, എത്രാമത്തെ ഓസ്കർ പുരസ്കാരമാണ്? 97ാമത്തെ അല്ലെ. മികച്ച നടൻ ആരാ? ബ്രോഡി. നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും, ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഏഡ്രിയൻ ബ്രോഡി. ചിത്രം ചോദിക്കുകയാണെങ്കിൽ ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി ചോദിക്കുകയാണെങ്കിലോ മിക്കി മാഡിസൺ, അനോറ അല്ലെ. ഫിലിം ചോദിക്കുകയാണെങ്കിൽ അനോറ. ഇനി അടുത്ത് നോക്കാം, മികച്ച വിദേശ ഭാഷാ ചിത്രം. വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള വിദേശ ഭാഷാ ചിത്രം കേട്ടോ. ബ്രസീലിയൻ മൂവിയാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. ഓക്കെ, ഈ വിദേശത്തൊക്കെ പോയിട്ടുള്ള ആൾക്കാർ അവിടെ തന്നെ നിൽക്കും എന്നുള്ള രീതിയിൽ ഓർക്കാം. ഐ ആം സ്റ്റിൽ ഹിയർ കേട്ടോ. ഐ ആം സ്റ്റിൽ ഹിയർ. അപ്പൊ അതിന്റെ സംവിധായകൻ വാൾട്ടർ സാലസ് ആണ് കേട്ടോ. വാൾട്ടർ സാലസ് ആണ് അതിന്റെ സംവിധായകൻ. മികച്ച വിദേശ ഭാഷാ ചിത്രം പുറത്തിട്ട് പറഞ്ഞ ഐ ആം സ്റ്റിൽ ഹിയർ അല്ലെ. ബ്രസീലിയൻ മൂവി. ഇനി അടുത്ത് നോക്കാം, മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം. ആക്ഷൻ ഷോർട്ട് ഫിലിം ഏതാണ്? ഐ ആം നോട്ട് എ റോബോട്ട്. ഓക്കെ, മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം ചോദിക്കുകയാണെങ്കിൽ ഐ ആം നോട്ട് എ റോബോട്ട്. നമ്മുടെ എന്തിരൻ 2-ലൊക്കെ ആ റോബോട്ടായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ആക്ഷൻ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പൊ മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം ചോദിക്കുകയാണെങ്കിൽ ഐ ആം നോട്ട് എ റോബോട്ട്, ഐ ആം നോട്ട് എ റോബോട്ട്. അടുത്ത് നോക്കാം, മികച്ച ശബ്ദം, മികച്ച വിഷ്വൽ എഫക്റ്റ് ഏതിനാണ് കിട്ടിയിട്ടുള്ളത്? ഡ്യൂൺ പാർട്ട് 2-നാണ് കിട്ടിയിട്ടുള്ളത്. മികച്ച ശബ്ദം, മികച്ച വിഷ്വൽ എഫക്റ്റ്. അപ്പൊ സൗണ്ടും അതേപോലെ തന്നെ വിഷ്വൽ എഫക്റ്റും രണ്ടും ഒരുമിച്ച് പഠിച്ചു വെച്ചേക്കുക. സൗണ്ടും അല്ലെ, കേൾക്കുന്നതും കാണുന്നതും. ഇപ്പോൾ ശബ്ദവും വിഷ്വൽ എഫക്റ്റ്. ഡ്യൂൺ പാർട്ട് 2. നമുക്ക് ശബ്ദം എന്ന് പറയുമ്പോൾ ഒരു ട്യൂൺ ആയിട്ട് കണക്ട് ചെയ്തുകൂടെ അല്ലെ. ട്യൂൺ പോലെ ഡ്യൂൺ കേട്ടോ. നമ്മൾ ഇംഗ്ലീഷിൽ ട്യൂൺ സൗണ്ട് ആയിട്ടൊക്കെ പറയില്ലേ, ട്യൂൺ. അപ്പൊ അതേപോലെ ഡ്യൂൺ പാർട്ട് 2. മികച്ച വിഷ്വൽ എഫക്റ്റ് ചോദിക്കുകയാണെങ്കിലും ഏതാണ്? ഡ്യൂൺ പാർട്ട് 2. ഓക്കെ, അടുത്ത് നോക്കാം, മികച്ച ഡോക്യുമെന്ററി. മികച്ച ഡോക്യുമെന്ററി ഏതാ? നോ അതർ ലാൻഡ്. ഓക്കെ, പലസ്തീൻ ഇസ്രായേൽ സാമൂഹ്യ പ്രവർത്തകർ ചേർന്നാണ് ഡോക്യുമെന്ററി ഒരുക്കിയിരുന്നത് കേട്ടോ. മികച്ച ഡോക്യുമെന്ററി ഇമ്പോർട്ടന്റ് ആണ്, PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മികച്ച ഡോക്യുമെന്ററി ചോദിക്കുകയാണെങ്കിൽ നോ അതർ ലാൻഡ് ആണ്. നമുക്ക് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, ഈ ലാൻഡിന്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടേ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി എന്നൊക്കെ ഓർക്കാലോ അല്ലെ. അപ്പൊ അതേപോലെ ഡോക്യുമെന്ററി ആണ് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാനായിട്ട് ലാൻഡും ഡോക്യുമെന്റ്സും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മികച്ച ഡോക്യുമെന്ററി ഏതാ? നോ അതർ ലാൻഡ്, നോ അതർ ലാൻഡ്. പാലസ്തീൻ ഇസ്രായേൽ സാമൂഹ്യ പ്രവർത്തകർ ചേർന്നാണ് ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ. വിക്കഡ് ആണ് കേട്ടോ. വിക്കഡ്. ഓക്കെ, മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ ഒന്ന് ഓർത്തു വെക്കാം. വിക്കഡ് എന്നുള്ളതാണ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ. ഏതാണ്? വിക്കഡ്. വിക്കഡ് എന്നുള്ളതാണ് കേട്ടോ. വിക്കഡ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡ്സുകളും കൂടെ ഡിസ്കസ് ചെയ്യാം. മികച്ച സഹനടൻ. സഹനടൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കീരൻ കൾക്കിനാണ് കേട്ടോ. റിയൽ പെയിൻ ആണ്
റിയൽ പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിനാണ് കീരൺ കൾക്കിന് മികച്ച സഹനടനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. കീരൺ കൾക്കിൻ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം. ഈ സഹനടനാക്കിയത് കൊണ്ട് തന്നെ, മെയിൻ നടനല്ലല്ലോ, സഹനടനല്ലേ, അപ്പൊ സഹനടനാക്കിയത് കൊണ്ട് തന്നെ ഭയങ്കര പെയിൻ വന്നു എന്ന് ഓർക്കാം കേട്ടോ. റിയൽ പെയിൻ വന്നു. അപ്പൊ പുള്ളിക്കാരൻ കള്ളു കുടിച്ചു എന്ന് ഓർക്കാം. കൾക്കിൻ. ഓക്കെ, മികച്ച സഹനടൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ കീരൺ കൾക്കിൻ റിയൽ പെയിൻ ആണ്. റിയൽ പെയിൻ വന്നു, സഹനടൻ ആയതുകൊണ്ട് തന്നെ കള്ളു കുടിച്ചു. കൾക്കിൻ എന്നുള്ളത് ഓർത്തു വെക്കാം. മികച്ച സഹനടി ആരാൻ ചോദിക്കുകയാണെങ്കിൽ ആരാ? സോയി സൽദാന. എമിലിയ പെരസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. മികച്ച സഹനടിയാണ്. അപ്പൊ നമ്മൾ നടിയുടെ കേസ് പറഞ്ഞു, നടന്റെ കേസും പറഞ്ഞു അല്ലെ. മികച്ച നടനും നടിയും പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മികച്ച സഹനടനും അതേപോലെ തന്നെ മികച്ച സഹനടിയാണ് കേട്ടോ. മികച്ച സഹനടി ചോദിക്കുകയാണെങ്കിൽ സോയി സൽദാന. സോയി സൽദാന. സഹനടി നമുക്ക് ജസ്റ്റ് ഓർത്തു വെക്കാം. ഈ എന്താ പറയാ, സോയി എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തേക്കണത് സോയാബീൻ ആണ് കേട്ടോ. സോയ ചങ്കല്ല, സോയാബീൻ. ഈ സോയാബീൻ ഒക്കെ കഴിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് സഹിച്ച് കഴിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെച്ചേക്കാണ്. അപ്പൊ സഹിക്കുക എന്നുള്ള രീതിയിൽ സഹനടിയും മികച്ച നടിയുമായിട്ട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി പറയുന്ന കണക്ഷനാണ് സഹനടി. ആരാണ്? സോയി. സഹിച്ച് സോയാ ചങ്ക് കഴിക്കണം എന്ന് ഓർത്തു വെക്കാം. സോയി സൽദാന. സോയി സൽദാന. എമിലിയ പെരസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത മികച്ച ആനിമേറ്റഡ് ചിത്രം. ഓക്കെ, ആനിമേറ്റഡ് ചിത്രം ചോദിക്കുകയാണെങ്കിൽ ഫ്ലോ ആണ്. ഈ ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പിക്ചേഴ്സും കൂടെ ഒരുമിച്ച് വെച്ചിട്ടുള്ള ഒരു ഫ്ലോ ആണല്ലോ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഓർത്തു വെക്കാം, മികച്ച ആനിമേറ്റഡ് ചിത്രം എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോ ആണ് അല്ലെ. ഫ്ലോ. ആനിമേറ്റഡ് ചിത്രം ഫ്ലോ ആണ്. മികച്ച വസ്ത്രാലങ്കാരം പോൾ ടെസ്വെൽ ആണ് കേട്ടോ. നമ്മൾ പറയില്ലേ വെൽ ഡ്രസ്ഡ് എന്നൊക്കെ പറയില്ലേ, വെൽ ഡ്രസ്ഡ് അല്ല, ഇംഗ്ലീഷിൽ വെൽ ഡ്രസ്ഡ്, വസ്ത്രം. മികച്ച വസ്ത്രാലങ്കാരം പോൾ ടെസ്വെൽ. ടെസ്വെൽ. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ടാവും, ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾ പഠിക്കുമ്പോൾ പറഞ്ഞു തന്നെ പഠിക്കുക കേട്ടോ. മികച്ച വസ്ത്രാലങ്കാരം പോൾ ടെസ്വെൽ. പോൾ ടെസ്വെൽ. മികച്ച ഇതര ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. ഓക്കെ, ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ളതാണ് മികച്ച ഇതര ഭാഷ ചിത്രം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി മികച്ച ഒറിജിനൽ സ്കോർ ഡാനിയൽ ബ്ലൂംബർഗ് ആണ് കേട്ടോ. മികച്ച ഒറിജിനൽ സ്കോർ ഏതാണ്? ഡാനിയൽ ബ്ലൂംബർഗ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ മതി. എല്ലാതും ഇങ്ങനെ കോഡ്സ് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കേണ്ട. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം കോഡ്സ് വെച്ച് കണക്ട് ചെയ്ത് പോവാം. മികച്ച ഒറിജിനൽ സ്കോർ ഏതാണ്? ഡാനിയൽ ബ്ലൂംബർഗ്, ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം നമ്മൾ നേരത്തെ പറഞ്ഞു, ഐ എം നോട്ട് എ റോബോട്ട് അല്ലെ. ഐ എം നോട്ട് എ റോബോട്ട്. മികച്ച വിഷ്വൽ എഫക്ട് ഏതായിരുന്നു? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഡ്യൂൺ പാർട്ട് 2 അല്ലെ. അതേപോലെ തന്നെ മികച്ച സൗണ്ട് ചോദിക്കുകയാണെങ്കിലും ഡ്യൂൺ പാർട്ട് 2. മികച്ച ഒറിജിനൽ സോങ് എൽ മാൽ കേട്ടോ, ഒന്ന് ഓർത്തു വെക്കാം. എമിലിയ പെരസ് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിലെയാണ് എൽ മാൽ കേട്ടോ. അപ്പൊ മികച്ച ഒറിജിനൽ സോങ് എൽ മാൽ. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഏതാ? നോ അതർ ലാൻഡ്. നമ്മൾ പറഞ്ഞു ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട് ലാൻഡിന്റെ കേസിൽ അല്ലെ. അതേസമയം മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഉണ്ട്. ഇപ്പൊ തമ്മിൽ മാറിപ്പോരുത്. ഒരെണ്ണം ഫീച്ചർ ഫിലിം, ഒന്ന് ഷോർട്ട് ഫിലിം. ഷോർട്ട് ഫിലിം ഏതാണ്? ദ ഒൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര. ഓക്കെ, ദ ഒൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്ര. ഇപ്പൊ ഒരു ഷോർട്ട് ഗേൾ ആണെന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം കേട്ടോ. ഷോർട്ട് ഗേൾ ആണെന്ന് ഓർത്തു വെക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനാണ്. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ചോദിക്കുകയാണെങ്കിൽ ദ ഒൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര. മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഇൻ ദ ഷാഡോ ഓഫ് ദി സർപ്രൈസ്. മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം. ഓക്കെ, മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണ്? ഇൻ ദ ഷാഡോ ഓഫ് ദി സർപ്രൈസ്. ഓക്കെ, നമുക്കൊന്നും കൂടെ നോക്കാം. ഓക്കെ, അപ്പം മികച്ച സഹനടൻ കീരൺ കൾക്കിൻ, എ റിയൽ പെയിൻ. മികച്ച സഹനടി സോയി സൽദാന. മികച്ച ആനിമേറ്റഡ് ചിത്രം ഫ്ലോ ആണ്. മികച്ച വസ്ത്രാലങ്കാരം പോൾ ടെസ്വെൽ. മികച്ച ഇതര ഭാഷ ചിത്രം ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച ഒറിജിനൽ സ്കോർ ഡാനിയൽ ബ്ലൂംബർഗ്, ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ഏതായിരുന്നു? ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ റോബോട്ട് അല്ലെ, ഐ ആം നോട്ട് റോബോട്ട്. മികച്ച വിഷ്വൽ എഫക്ട് ഡ്യൂൺ പാർട്ട് 2. അതേപോലെ തന്നെ മികച്ച സൗണ്ട് ഡ്യൂൺ പാർട്ട് 2. മികച്ച ഒറിജിനൽ സോങ് ഏതായിരുന്നു? എൽമാൽ അല്ലെ. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നോ അതർ ലാൻഡ്. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ദ ഒൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര. മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഇൻ ദ ഷാഡോ ഓഫ് ദ സർപ്രൈസ് അല്ലെ. ഇനി മികച്ച ഛായാഗ്രഹണം ആർക്കാണ്? ലോൾ ക്രൗളിക്കാണ് കിട്ടിയിട്ടുള്ളത്. ദ ബ്രൂട്ടലിസ്റ്റ് ഫിലിമിനാണ് അല്ലെ. ലോൾ ക്രൗളി. ലോൾ, ഓൾ, ഓൾ എന്നൊക്കെ ഓർക്കാം അല്ലെ. ലോൾ. മികച്ച ഛായാഗ്രഹണം എല്ലാവർക്കും ചായ കൊടുത്തു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ലോൾ. ഓക്കെ, ഓൾ എന്നുള്ള രീതിയിൽ. മികച്ച ഛായാഗ്രഹണം ലോൾ ക്രൗളി. ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്യപ്പെട്ട ഫിലിം ചോദിക്കുകയാണെങ്കിൽ എമിലിയ പെരസ് ആണ്. 13 കേട്ടോ. 13 തവണയാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്നിട്ടുള്ള ഫിലിം ഏതാണ്? എമിലിയ പെരസ് ആണ്. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള ചിത്രം നമ്മൾ പറഞ്ഞു അനോറയാണ്. 5 കിട്ടിയിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളത് ഏതാണ്?
അനോറ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിനാണ്. റിപ്പബ്ലിക് ഡേ 2025 നമ്മുടെ PSC എക്സാമുകൾ എടുത്ത് ചോദിക്കാറുണ്ട് അല്ലെ, ഇതേപോലെയുള്ള റിപ്പബ്ലിക് ഡേ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സും പിന്നെ റിപ്പബ്ലിക് ഡേയിൽ വന്നിട്ടുള്ള അതിഥി ആരാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേഗം ഒന്ന് നോക്കി പോവാം കേട്ടോ. ഓക്കെ, ഇപ്പോ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനു മുമ്പ് നമ്മുടെ ആപ്പിൽ നമ്മൾ പെയ്ഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫയേഴ്സ് കൂടിയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഭാരതം 76ാമത്തെ റിപ്പബ്ലിക് ദിനം ആചരിച്ചു. അപ്പൊ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. എത്രാമത്തെയാണ്? 76ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ്. അതേസമയം 75ാമത്തെ വാർഷികമാണ് ആചരിച്ചിട്ടുള്ളത്. മാറിപ്പോവണ്ട, 76ാമത്തെ റിപ്പബ്ലിക് ദിനവും അതേപോലെ തന്നെ 75ാമത്തെ വാർഷികം. ഓക്കെ. രാജ്യത്തിന്റെ 76ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് വിജയ് ചൌക്കിൽ നടന്നിട്ടുള്ള ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങോടെ സമാപനം കുറിച്ചു. ലോകത്തിലെ ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള സംഗീത വിരുന്നുകളിൽ ഒന്നാണ് ഇന്ത്യയുടെ ബീറ്റിംഗ് റിട്രീറ്റ്. 30ഓളം ഇന്ത്യൻ ഗാനങ്ങളാണ് സേനാംഗങ്ങൾ സമാപന പരിപാടിയിൽ അവതരിപ്പിച്ചത്. എല്ലാ പോയിന്റ്സുകളും ഒന്ന് കേട്ടുപോവാട്ടോ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് നോക്കിയേ. 76ാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും എക്സാമുകളിലൊക്കെ ചോദിക്കും. പ്രഭാവോ സുബിയാന്തോ. ആരാണ്? പ്രഭാവോ സുബിയാന്തോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് കേട്ടോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. അറിഞ്ഞു വെച്ചേക്ക, 76ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരാണ്? പ്രഭാവോ സുബിയാന്തോ. ഇൻഡോ സുബിയാന്തോ ആയിട്ടൊന്ന് ഓർത്തു വെക്കാം കേട്ടോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിന് പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. രാമൻ രാജമന്നനാണ്. രാമൻ രാജമന്നൻ. 2025 റിപ്പബ്ലിക് ദിന പരേഡിന് പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവ് കേട്ടോ. കേരളത്തിലെ ആദിവാസി രാജാവ് ആരാണ്? രാമൻ. രാമൻ രാജമന്നൻ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ്. ഈ വർഷത്തെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം എന്താണ്? സുവർണ ഭാരതം പൈതൃകവും, സ്വർണിം ഭാരത് വിരസിത് ഓർ വികാസ്, അല്ലെങ്കിൽ ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ സ്വർണ ഭാരതം പൈതൃകവും പഠിച്ചു വെച്ചേക്കണേ. ഈ വർഷത്തെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം സ്വർണ ഭാരതം പൈതൃകവും. റിപ്പബ്ലിക് ദിനാഘോഷത്തിലും ഭരണഘടനയുടെ തിളങ്ങുന്ന 75 വർഷങ്ങൾ പ്രമേയമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പരേഡിന്റെ ഭാഗമായിട്ടുള്ള നിശ്ചല ദൃശ്യങ്ങളിൽ 2 എണ്ണം ഭരണഘടനയുടെ 75 വർഷങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ പഠിച്ചതിനകത്തുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 76ാമത്തെ ആണ്. 75ാമത്തെ വാർഷികമാണ് അല്ലെ. പിന്നെ മുഖ്യ അതിഥി ആരാന്ന് ചോദിക്കുകയാണെങ്കിലോ പ്രഭാവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. പിന്നെ കേരളത്തിലെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള ആദിവാസി രാജാവ് രാമൻ രാജമന്നൻ. ഈ വർഷത്തെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം സുവർണ ഭാരതം പൈതൃകവും അല്ലെ. സ്വർണിം ഭാരത് വിരസിത് ഓർ വികാസ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോക്കാം. റിപ്പബ്ലിക് ദിനത്തിൽ വനിതകൾ മാത്രമുള്ള CRPF സംഘത്തെ നയിച്ചിട്ടുള്ളത് ആരാണ്? പൂനം ഗുപ്തയാണ് കേട്ടോ. റിപ്പബ്ലിക് ദിനത്തിൽ വനിതകൾ മാത്രമുള്ള CRPF സംഘത്തെ നയിച്ചിട്ടുള്ളത് ആരാണ്? പൂനം ഗുപ്ത. റിപ്പബ്ലിക് ദിന പരേഡിൽ കുംഭമേള പശ്ചാത്തലത്തിലുള്ള ഉത്തർപ്രദേശിന്റെ ടാബ്ലോയ്ക്കാണ് 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം എല്ലാ വർഷവും റിപ്പബ്ലിക് ദിന പരേഡിൽ ടാബ്ലോകൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അതില് 1ാം സ്ഥാനം ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? ഉത്തർപ്രദേശിനാണ് കേട്ടോ. ഉത്തർപ്രദേശാണ്. അപ്പൊ അതിന്റെ തീം ചോദിക്കുകയാണെങ്കിൽ കുംഭമേളയാണ്. കുംഭമേള ഉത്തർപ്രദേശ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തർപ്രദേശിലാണ് കുംഭമേള നടക്കുന്നത് അല്ലെ. അപ്പോ തീം എന്താണ്? കുംഭമേളയാണ്. അപ്പൊ ആദ്യം ഉത്തർപ്രദേശ്, 2ാം സ്ഥാനം ത്രിപുരയാണ് കേട്ടോ. 2ാം സ്ഥാനം ത്രിപുരയാണ്. പൈതൃകവും വികസനവും എന്നതായിരുന്നു ത്രിപുരയുടെ വിഷയം. അപ്പോ അവരുടെ തീം എന്തായിരുന്നു? പൈതൃകവും വികസനവും. 3ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ആന്ധ്രാപ്രദേശിനാണ് കേട്ടോ. മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ അവതരിപ്പിച്ചു. ഓക്കെ, മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ അവതരിപ്പിച്ചു. അപ്പൊ 1ാം സ്ഥാനം ഉത്തർപ്രദേശ്, 2ാം സ്ഥാനം ത്രിപുര, 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശ്. അപ്പൊ രണ്ടും പ്രദേശ് തന്നെയാണ്. ആദ്യം ഉത്തർപ്രദേശ് എന്ന് ഓർത്തു വെക്കാം കേട്ടോ. ടാബ്ലോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് നോക്കി ഓർത്തു വെക്കാം. ഉത്തർപ്രദേശ് UP അപ്പായിട്ട് ഓർത്തു വെക്കുക. അപ്പൊ 1ാം സ്ഥാനം ഉത്തർപ്രദേശ്, തീം എന്താ? കുംഭമേള. 2ാം സ്ഥാനം ത്രിപുര, പൈതൃകവും വികസനവും എന്നതായിരുന്നു അവരുടെ വിഷയം. 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശ്. ഓക്കെ, മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ അവതരിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 16 ടാബ്ലോകളായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, റിപ്പബ്ലിക് ദിന
വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 16 ടാബ്ലോകളായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിന്റെ പരിശീലനത്തിനിടെ മോട്ടോർ സൈക്കിളിൽ ഏറ്റവും ഉയരമുള്ള മനുഷ്യ പിരമിഡ് തീർത്ഥത്തിന്റെ റെക്കോർഡുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ കരസേനയുടെ റൈഡർ സംഘം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെയർ ഡെവിൾസ് ആണ്. ഓക്കെ, അപ്പോ ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ, റിപ്പബ്ലിക് ദിന പരേഡിന്റെ പരിശീലനത്തിനിടെ മോട്ടോർ സൈക്കിളിൽ ഏറ്റവും ഉയരമുള്ള മനുഷ്യ പിരമിഡ് മനുഷ്യ പിരമിഡ് തീർത്ഥത്തിന്റെ റെക്കോർഡുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ കരസേനയുടെ റൈഡർ സംഘം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെയർ ഡെവിൾസ് ആണ്. 7 ബൈക്കുകളിൽ 40 കരസേനാംഗങ്ങൾ 20.4 അടി ഉയരത്തിൽ അണിനിരന്നതായിരുന്നു യാത്ര. ഓക്കെ, ദേശീയ പതാക കയ്യിലേന്തി ന്യൂഡൽഹി വിജയ് ചൗക്ക് മുതൽ ഇന്ത്യ ഗേറ്റ് വരെ 2 കിലോമീറ്റർ ദൂരം സംഘം പിന്നിട്ടു. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടു പോവാ കേട്ടോ. ഡെയർ ഡെവിൾസ് ആയിരുന്നു എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. ഇനി ഗിന്നസ് ബുക്ക്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയെല്ലാം ഇതിലൂടെ ഇവർ നേട്ടം രേഖപ്പെടുത്തി. റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. നമുക്കറിയാം റിപ്പബ്ലിക് ഡേയിൽ സാധാരണ ഹോളിഡേ ആണല്ലേ, പക്ഷെ റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനം ആക്കുവാൻ തീരുമാനിച്ചുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് കേട്ടോ, മഹാരാഷ്ട്ര. രാജ്യത്തിന്റെ 76ാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾക്ക് നൽകുന്ന ഇൻവിറ്റേഷൻ ബോക്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ദക്ഷിണേന്ത്യയുടെ GI ടാഗ്ഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ജസ്റ്റ് ഒന്ന് കേട്ടുപോയേക്കാം കേട്ടോ. ഇനി എങ്ങാനും ചോദിക്കാൻ തോന്നുകയാണെങ്കിൽ മാർക്ക് കളയണ്ട. എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് GI പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. പോച്ചാമ്പള്ളി ഇക്കട്ടോൺ പെൻസിൽ പൗച്ച്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുപോകാം കേട്ടോ. ഇനി എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ മാർക്ക് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പോച്ചാമ്പള്ളി ഇക്കട്ടോൺ പെൻസിൽ പൗച്ചാണ്. പിന്നെ മൈസൂർ ഗാഞ്ചിഫ ഫ്രിഡ്ജ് മാഗ്നറ്റ്, കാഞ്ചീപുരം സിൽക്ക് പൗച്ച് ഉണ്ട്, പിന്നെ എത്തിക്കോപ്പാക്ക ടോയ്സ് കേട്ടോ. അപ്പൊ ഈ 4 എണ്ണത്തിന്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. This year the parade will take place at Karthavya Path in New Delhi, showing military powers. ഓക്കെ, കർത്തവ്യ പഥിലാണ് നടക്കുക കേട്ടോ പരേഡ് നടക്കുന്നത്. മൈഗവ് പോർട്ടൽ ഇഷ്ട ടാബ്ലോകൾക്കും സേനകൾക്കും വോട്ട് ചെയ്യുന്നതിന് ജനങ്ങൾക്ക് അവസരം ഒരുക്കിയിരിക്കുന്നു. ഇതിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഗുജറാത്താണ്. അതായത് ഇപ്പൊ നമുക്ക് തന്നെ ഓൺലൈനായിട്ട് തന്നെ വോട്ട് ചെയ്യാൻ പറ്റും. ഇഷ്ട ടാബ്ലോകൾക്കും സേനകൾക്കും വോട്ട് ചെയ്യുന്നതിന് ജനങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഗുജറാത്താണ് കേട്ടോ. മിക്കവാറും എല്ലാവരും രാത്രിയാണ് വോട്ട് ചെയ്തതെന്നൊക്കെ ഓർത്ത് വയ്ക്കാം കേട്ടോ. അപ്പൊ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് ഗുജറാത്തിനാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ 1ാം സ്ഥാനം ലഭിച്ചിട്ടുള്ള വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ടാബ്ലോയ്ക്കാണ്. ഓക്കെ, ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ 1ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ടാബ്ലോയ്ക്കാണ് കേട്ടോ. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ടാബ്ലോയ്ക്കാണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി മഹാരാഷ്ട്ര സർക്കാരിന്റെ മാതച്ചേ ഗാവ് തേൻ ഗ്രാമം പദ്ധതി ഉൾക്കൊള്ളുന്ന ഒരു ടാബ്ലോ ന്യൂഡൽഹിയിൽ പ്രദർശിപ്പിച്ചു. അപ്പൊ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി മഹാരാഷ്ട്ര സർക്കാരിന്റെ മാതച്ചേ ഗാവ് കേട്ടോ എന്ന് പറഞ്ഞാൽ തേൻ ഗ്രാമമാണ്. ഈ ഒരു പദ്ധതി ഉൾക്കൊള്ളുന്ന ഒരു ടാബ്ലോ ന്യൂഡൽഹിയിൽ പ്രദർശിപ്പിച്ചു. ഇനി DRDO റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ദേശീയ ഹ്രസ്വദൂര അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രളയാണ്. DRDO റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ദേശീയ ഹ്രസ്വദൂര അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പ്രളയ്. ഓക്കെ, അപ്പൊ തേൻ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാ? മഹാരാഷ്ട്രയാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഹോളിഡേ മാറ്റിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് മഹാരാഷ്ട്രയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ 1ാം സ്ഥാനം ലഭിച്ചിട്ടുള്ള വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ടാബ്ലോയ്ക്കാണെന്നുള്ളത് അറിഞ്ഞു വെക്കാം. ഈ ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് 4 എണ്ണം വരുന്നുണ്ട്. ഏതൊക്കെയാണുള്ളത്? ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്, പിന്നെ ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ഇത് 4ഉം കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ ഗ്രാൻഡ് സ്ലാം എന്ന് പറയാം കേട്ടോ. ഇനി അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. അപ്പോ 2024 മെൻ സിംഗിൾസ് വിജയ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ഓപ്പണിൽ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് യാനിക് സിന്നർ ആണ്. ആരാണ്? യാനിക് സിന്നർ. കോഡ്സ് ഞാൻ പറയാവേ. ഇനി റണ്ണറപ്പ് ആരായിരുന്നു? ഡാനിയൽ മെദ്വേദേവ് ആണ്. ഡാനിയൽ മെദ്വേദേവിനെ തോൽപ്പിച്ചിട്ടാണ് യാനിക് സിന്നർ വിജയായി മാറിയത് കേട്ടോ. ഇനി വുമൺസിന്റെ കേസ് പറയുകയാണെങ്കിൽ അതിൽ അരിയാന സബ്ലങ്കി ആയിരുന്നു വിന്നർ. ബെലാറസ് താരമാണ്. ഷെങ് കിൻവിനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ചൈനീസ് താരമായിട്ടുള്ള ഷെങ് കിൻവിനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കോഡ്സ് സെറ്റ് ആക്കാം അല്ലെ. അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഓസ്, നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഓസ് വെച്ചിട്ട് തന്നെയാണ് കണക്ട് ചെയ്യാറ് അല്ലെ. ഓസിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാന്ന് പറഞ്ഞാൽ അത് കുറച്ച് സിന്നാണെന്ന് ഓർക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ സിൻ എന്ന് പറയില്ലേ, പാപമാണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? യാനിക് സിന്നർ. ഓസിന് വാങ്ങുന്നത് സിന്നാണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഇറ്റാലിയൻ താരമാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്ക്. ഇനി
വനിതകളുടെ കേസാണെങ്കിൽ അരിയാന സെബ്ലങ്ക. ഓസിന് അരി വാങ്ങി എന്ന് ഓർക്കാം അല്ലെ, ഓസിന് അരി വാങ്ങി. അപ്പൊ അരിയാന സെബ്ലങ്ക. ബെലാറസ് താരം, അരി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ബലം വരുന്ന ഓർക്കാം. ജസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പൊ ബെലാറസ് താരം. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ പഠിച്ചല്ലോ, എല്ലാവരും പഠിച്ചില്ലേ? ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പൺ മെൻസിൽ വിജയി ചോദിക്കുകയാണെങ്കിൽ കാർലോസ് അൽക്കാരസ് ആണ്. കാർലോസ് അൽക്കാരസ് അലക്സാണ്ടർ സ്വരേവിനെയാണ് തോൽപ്പിച്ചത് കേട്ടോ. സ്പാനിഷ് താരമാണ് കാർലോസ് അൽക്കാരസ്. ഇനി വുമൺസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇഗ സ്വിയാടെക് ആണ് വിന്നറായിട്ട് വന്നിട്ടുള്ളത്. ഇഗ സ്വിയാടെക്കും അതേപോലെ തന്നെ കാർലോസ് അൽക്കാരസ്. ഓക്കെ, അപ്പൊ ഇഗ സ്വിയാടെക് പോളണ്ട് താരമാണ് കേട്ടോ. ജാസ്മിൻ പൗളിനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കണക്ട് ചെയ്യാം. ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രഞ്ച്, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഈ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ നല്ല സ്വാദാണെന്ന് ഓർക്കാം. സ്വിയ എന്ന് പറയുമ്പോൾ സ്വാദായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓക്കെ, ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ നല്ല സ്വാദാണ്. അപ്പൊ നമുക്ക് സ്വിയാടെക് കണക്ട് ചെയ്യാം അല്ലെ, ഇഗ സ്വിയാടെക്. സ്വാദ് എന്ന് പറഞ്ഞാൽ നല്ല പൊളിയാണെന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ല, നല്ല സ്വാദാണ്, നല്ല പൊളിയാണെന്നുള്ള രീതിയിൽ പോളണ്ടുകാരിയാണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. വേണമെങ്കിൽ എക്സാമിന് അങ്ങനെ ചോദിക്കാം, ഇഗ സ്വിയാടെക് ഏത് രാജ്യക്കാരിയാണെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. അതേപോലെ തന്നെ മെൻസ് വിന്നർ ചോദിക്കുകയാണെങ്കിൽ കാർലോസ് അൽക്കാരസ് ആണ്. നല്ല സ്വാദാണ്. ഈ പറഞ്ഞുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നമ്മുടെ ഡ്രസ്സിലൊക്കെ വീണ് കഴിഞ്ഞാൽ അലക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഫ്രഞ്ച് ഫ്രൈസ് ഡ്രസ്സിൽ വീണ് കഴിഞ്ഞാൽ അലക്കേണ്ടി വരും. അൽക്കാരസ് കുറച്ച് പെയിൻ എടുത്തിട്ടാണെങ്കിലും അലക്കേണ്ടി വരും. സ്പെയിൻകാരനാണ് കേട്ടോ, സ്പാനിഷ് ആണ്. അപ്പൊ സ്പെയിൻകാരനാണെന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? അൽക്കാരസും. ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല സ്വാദാണെന്ന് ഓർക്കാം. സ്വിയാടെക് അതേപോലെ തന്നെ അലക്കേണ്ടി വരും അല്ലെ. അപ്പൊ അൽക്കാരസ്, കാർലോസ് അൽക്കാരസും ഇഗ സ്വിയാടെക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം വിംബിൾഡൺ കിട്ടിയിട്ടുള്ളത് മെൻസിലെ വിന്നർ ചോദിക്കുകയാണെങ്കിൽ കാർലോസ് അൽക്കാരസിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കാർലോസ് അൽക്കാരസ്. റണ്ണർ അപ്പ് നൊവാക് ജോക്കോവിച്ച് ആണ് കേട്ടോ, സെർബിയൻ താരമായിട്ടുള്ള നൊവാക് ജോക്കോവിച്ച്. ഇനി വുമൺസിന്റെ കേസ് പറയുകയാണെങ്കിൽ ബാർബറ കെജ്രിക്കോവയാണ്. ജാസ്മിൻ പൗളിനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ജസ്റ്റ് ഓർത്ത് വെക്കാം, നമ്മൾ ഈ വിം ഉണ്ടല്ലോ, ഈ വിം യൂസ് ചെയ്തിട്ടാണ് അലക്കിയെന്ന് ഓർക്കാം. നമ്മൾ നേരത്തെ അലക്കണ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ വിം ഉപയോഗിച്ചിട്ടാണ് അലക്കിയത് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. അപ്പൊ അൽക്കാരസ് കിട്ടി അല്ലെ. ഇനി അതേപോലെ തന്നെ ബാർബറ കെജ്രിക്കോവ. ഈ ബാർബർ ഷോപ്പിലൊക്കെ പോയിട്ട് ചില ആൾക്കാർ ഇങ്ങനെ വീമ്പ് പറയുന്നൊക്കെ ഓർക്കാം. കുറെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് വീമ്പ് പറയും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. അങ്ങനെ ബാർബറ കെജ്രിക്കോവ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ്. അപ്പൊ വിംബിൾഡൺ 2024 മെൻസ് വിന്നർ ആരാണ്? കാർലോസ് അൽക്കാരസ്. വുമൺസ് ആണെങ്കിലും അത് ബാർബറ കെജ്രിക്കോവ. അപ്പോ വിംബിൾഡൺ എന്ന് പറയുമ്പോൾ നമ്മുടെ വിമ്മ് വെച്ചിട്ട് അലക്കി, അതേപോലെ തന്നെ ബാർബർ ഷോപ്പിൽ പോയിട്ട് വീമ്പ് പറഞ്ഞു അല്ലെ, വീമ്പ് പറഞ്ഞു എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കാം, ലാസ്റ്റ് വൺ US ഓപ്പൺ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആലോചിക്കാം. നമ്മൾ നേരത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ പറഞ്ഞില്ലേ, ഓസ്ട്രേലിയൻ ഓപ്പൺ പറഞ്ഞപ്പോൾ മെൻ സിംഗിൾസ് വിജയി ആരായിരുന്നു? യാനിക് സിന്നറും. അതേപോലെ തന്നെ സ്ത്രീകളുടെ കേസാണെങ്കിൽ അരിയാന സെബ്ലങ്ക അല്ലെ. നമ്മൾ പറഞ്ഞു ഓസിന് അരി വാങ്ങിച്ചു, അത് സിന്നാണ് എന്നൊക്കെ ഓർത്തു വെക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ US ഓപ്പണും ഇവർക്ക് രണ്ടുപേർക്കും തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മെൻ സിംഗിൾസിലെ വിജയി യാനിക് സിന്നറും, അതേപോലെ തന്നെ വുമൺസിന്റെ ആണെങ്കിൽ അത് അരിയാന സെബ്ലങ്ക. അപ്പോ ഓസ് അസ് ഏതാണ്ട് പറയുമ്പോൾ ഒരേപോലെ അല്ലേ. ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും വിജയികൾ സെയിം ആണ്. ഓസ് അസ് എന്നുള്ള രീതിയിൽ തന്നെ ഓർത്തു വെക്കുക അല്ലെ. ഒരേപോലെ ഉണ്ടല്ലോ, ഓസിനകത്തൊരു അസ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ തന്നെ ഓർത്തു വെക്കാം. യാനിക് സിന്നറും അരിയാന സെബ്ലങ്ക. ഓക്കെ, ഇനി മെൻ സിംഗിൾസിലെ റണ്ണറപ്പ് ചോദിക്കുകയാണെങ്കിൽ ടൈലർ ഫ്രിറ്റ്സും, അതേപോലെ തന്നെ വുമൺസിലെ ആണെങ്കിൽ ജെസിക്ക പെഗുല, US താരം കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. എല്ലാവരും ഒന്ന് മൈൻഡിൽ പറഞ്ഞു നോക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ വിന്നേഴ്സ് ആരൊക്കെയാണ്? ഓസിന് അരി വാങ്ങിക്കുന്നത് സിന്നാണെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ രണ്ടും കിട്ടിയല്ലോ. ഇനി യാനിക് സിന്നർ എന്ന് പറയുന്നത് ഇറ്റാലിയൻ താരമാണെന്നുള്ളത് ഓർത്തു വെക്കാം. അതേപോലെ തന്നെ അരിയാന സെബ്ലങ്ക ബെലാറസ് താരം അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഫ്രഞ്ച് ഓപ്പൺ, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല സ്വാദാണെന്ന് ഓർക്കാൻ പറഞ്ഞു. സ്വിയാടെക്. അതേസമയം അത് ഡ്രസ്സിൽ വീണ് കഴിഞ്ഞാൽ അലക്കേണ്ടി വരും അല്ലെ. അപ്പൊ കാർലോസ് അൽക്കാരസ്. ഓക്കെ, പിന്നെ വിംബിൾഡൺ പറഞ്ഞു. അപ്പൊ നമ്മുടെ വിമ്മ് വെച്ചിട്ട് അലക്കിന്ന് ഓർക്കാം അൽക്കാരസിനും. പിന്നെ ബാർബർ ഷോപ്പിൽ പോയിട്ട് വീമ്പ് പറഞ്ഞു എന്ന് ഓർക്കാം അല്ലെ. അപ്പൊ ബാർബറ കെജ്രിക്കോവ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും സെയിം ആൾക്കാർക്കാണ് കിട്ടിയത്. ഓക്കെ,
പത്മ അവാർഡ്സ് ആണ് മിക്കവാറും എക്സാമുകളിലൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ പത്മ അവാർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും അതിൽ ഏതൊക്കെയുണ്ട്. പത്മഭൂഷൺ ഉണ്ട്, പത്മവിഭൂഷൺ ഉണ്ട്, പത്മശ്രീ ഉണ്ട് അല്ലെ. അപ്പോൾ അതേപോലെ തന്നെ ഈ പത്മ അവാർഡ്സ് കിട്ടിയിട്ടുള്ള മലയാളികൾ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. പത്മഭൂഷൺ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പത്മഭൂഷൺ കിട്ടിയിട്ടുള്ളത് 19 പേർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. എത്ര പേർക്കാണ് കിട്ടിയിട്ടുള്ളത്? 19 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് 2 പേർക്കാണ് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ. പത്മഭൂഷൺ കിട്ടിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് 2 പേർക്കാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഇനി 19 പേരുടെ പേരും നമ്മൾ വേഗം പഠിക്കാൻ പോവാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ പഠിക്കാൻ പോവാ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എല്ലാവരും മനസ്സിലത്തായിട്ടുള്ള കുറച്ച് സീനുകളൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി കേട്ടോ. നമുക്ക് വേഗം പഠിച്ചെടുക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചെറിയ കണക്ഷൻസ് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് പേരുകളൊക്കെ വ്യക്തമായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മുടെ നാഗവല്ലിനെ കുറിച്ചാണ് കേട്ടോ. നാഗവല്ലി എന്ന് പറയുമ്പോൾ തന്നെ ശോഭനയുടെ ഒരു ഇമേജ് എല്ലാവരുടെയും മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നോക്കിയേ, നാഗവല്ലി. അപ്പൊ നാഗവല്ലി എന്ന് പറയുമ്പോൾ തന്നെ അനന്ത് നാഗ്, നല്ലി കുപ്പുസ്വാമി ചെട്ടി, ഈ 2 പേരുകൾ മൈൻഡിലോട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലെ. നാഗവല്ലി, അപ്പൊ അനന്ത് നാഗ്, നല്ലി കുപ്പുസ്വാമി ചെട്ടി. അപ്പൊ നാഗവല്ലി ആരാ? മനോഹരമായിട്ടുള്ള ശോഭനയാണ് അല്ലെ. അപ്പൊ മനോഹർ ജോഷി, അതേപോലെ തന്നെ ശോഭന ചന്ദ്രകുമാർ. 4 പേരെല്ലാവർക്കും ഓക്കെയാണോ? പഠിച്ചോ? നാഗവല്ലി എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ശോഭന. അപ്പൊ അനന്ത് നാഗ്, നല്ലി കുപ്പുസ്വാമി ചെട്ടി, മനോഹർ ജോഷി, ശോഭന ചന്ദ്രകുമാർ. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചു കേട്ടോ. 4 പേര് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എക്സാമിന് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി നമ്മുടെ ശോഭനയ്ക്ക് ഒരു ഹോബി ഉണ്ടായിരുന്നു അല്ലെ. എന്താ? കയ്യിൽ കിട്ടുന്ന ഈ പറഞ്ഞിട്ടുള്ള ആഭരണങ്ങളെല്ലാം ശേഖരിച്ചു വെക്കും അല്ലെ. ശേഖരിച്ചു വെക്കുന്ന ഒരു വിനോദമായിരുന്നു അല്ലെ. മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അപ്പൊ കൈലാഷ് നാഥ് ദീക്ഷിത്. ശേഖരിച്ചു വെക്കാന്ന് പറയുമ്പോ ശേഖർ കപൂർ. വിനോദമായിരുന്നു എന്ന് പറഞ്ഞു വിനോദ് ദാം. 3 കിട്ടിയോ? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? നാഗവല്ലി മനോഹരമായിട്ടുള്ള ശോഭന, കയ്യിൽ കിട്ടുന്ന ആഭരണങ്ങളെല്ലാം ശേഖരിച്ചു വെക്കുന്നത് ഒരു വിനോദമായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഇനി ആരെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ആഭരണങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പങ്കിടാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശോഭനയ്ക്ക് പിന്നെ ഭ്രാന്തായിരിക്കും അല്ലെ. അപ്പോ പങ്കിടാം എന്ന് പറയുമ്പോ എന്താ? പങ്കജ് പട്ടേൽ. 2 പങ്കജ് ഉണ്ട് കേട്ടോ. പങ്കജ് പട്ടേലും ഉണ്ട്, പങ്കജ് ഉദാസും ഉണ്ട്. അപ്പൊ ഇത്രയും പഠിച്ചല്ലോ അല്ലെ. അപ്പൊ നാഗവല്ലി മനോഹരമായിട്ടുള്ള ശോഭന, കയ്യിൽ കിട്ടുന്ന ആഭരണങ്ങളെല്ലാം ശേഖരിച്ചു വെക്കുന്ന വിനോദമായിരുന്നു. പങ്കിടാം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തേക്ക് പിന്നെ ഭ്രാന്ത് വരും എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം. അപ്പൊ പങ്കജ് പട്ടേലും പങ്കജ് ഉദാസ്. ഓക്കെ, അപ്പൊ ഭ്രാന്ത് വന്നു കഴിയുമ്പോ പിന്നെ എന്താ നടക്കാൻ പോകുന്നേ? അപ്പോ ഒരു സ്വാമീനെ വിളിക്കും. നമ്മുടെ തിലകൻ ഉണ്ടല്ലോ, ആ തിലകനെ വിളിക്കും എന്നുള്ള രീതിയിൽ. തിലകനെ നമുക്ക് ജസ്റ്റ് ഒരു സ്വാമിയായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ സ്വാമീനെ വിളിക്കും. എങ്ങനെയുള്ള സ്വാമിയാ? നല്ല വിവേകവും സുശീലനുമായിട്ടുള്ള സ്വാമിയാണെന്ന് ഓർക്കുക. ഓക്കെ, നല്ല വിവേകവും സുശീലനുമായിട്ടുള്ള സ്വാമിയാണ് കേട്ടോ നമ്മുടെ തിലകൻ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ് ഇതിന് പരിഹാരം ഇല്ല. അപ്പൊ വിവേകം എന്ന് പറയുമ്പോൾ ബിബേക് തിബ്രോയ്. ഓക്കെ, സുശീലൻ എന്ന് പറയുമ്പോൾ സുശീൽ കുമാർ. ജതിൻ ഗോസ്വാമി. നമ്മുടെ മോഹൻലാൽ കുറെ ദൂരം സൈക്കിൾ ഓടിച്ചിട്ട് പോണ ഒരു സീനില്ലേ? കുറെ ദൂരം, ദൂർ അല്ലെ. അപ്പൊ രാം ബഹാദൂർ റായ്, രാം ബഹാദൂർ റായ് കുറെ ദൂരം സൈക്കിൾ ഓടിച്ചിട്ട് പോയി. അപ്പോ വഴിയിൽ വെച്ചിട്ട് 2 നടന്മാരെ കണ്ടു എന്ന് ജസ്റ്റ് ഓർക്കുക. അജിത്തിനെയും സൂര്യനെയും കണ്ടു എന്ന് ഓർക്കുക കേട്ടോ. 2 നടന്മാരായിട്ടുള്ള അജിത്തിനെയും സൂര്യനെയും കണ്ടു എന്ന് ഓർക്കുക. അജിത്തും സൂര്യൻ മാത്രമല്ല, കുറച്ച് ബാലന്മാരും ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ നന്ദമുരി, ബാലകൃഷ്ണ, കുറച്ച് ബാലന്മാരും ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഇത്രയും കിട്ടുന്നുണ്ടോ? അപ്പൊ കുറെ ദൂരം വണ്ടി ഓടിച്ചു പോയി, അജിത്തിനെയും സൂര്യനെയും വഴിയിൽ വെച്ച് കണ്ടു, കുറച്ച് ബാലന്മാരും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് മൈൻഡിലേക്ക് വരട്ടെ, ഈ സീനുകളൊക്കെ ഒന്ന് മൈൻഡിലേക്ക് വരട്ടെ, ഓർമ്മയിൽ വന്നോളൂ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ശോഭന ഡാൻസ് ആണല്ലോ. അപ്പൊ അതിനൊരു ഋതം ഉണ്ടാവും അല്ലെ. ഒരു ഋതം ഉണ്ടാവും, ഡാൻസിന് ഒരു ഋതം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് സാധ്വി ഋതംബര ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സാധ്വി ഋതംബര. ഇത്രയും ഓക്കെയാണോ? എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? നമ്മുടെ തിലകൻ, അതായത് സ്വാമി വളരെ വിവേകനും സുശീലനുമായിട്ടുള്ള ഒരാളായിരുന്നു അല്ലെ. പിന്നെ നമ്മുടെ ആ സീനുകളാണ് കുറെ ദൂരം പോയി, അപ്പൊ അജിത്തിനെയും സൂര്യനെയും കണ്ടു, കുറച്ച് ബാലന്മാരും ഉണ്ടായിരുന്നു. പിന്നെ ഡാൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു ഋതം ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. ഇത്രയും പേരുകൾ നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഇതിന്റെ കൂടെ തന്നെ PR ശ്രീജേഷ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 വ്യക്തികളാണ്. PR ശ്രീജേഷ്, അതേപോലെ തന്നെ ജോസ് ചാക്കോ പെരിയപ്പുറം. ഓക്കെ, ഇത് രണ്ടും ഞാൻ കോഡ് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും അല്ലെ. PR ശ്രീജേഷും ജോസ് ചാക്കോ പെരിയപ്പുറം, ഇവർക്ക് 2 പേർക്കും കൂടിയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്? പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ചോദ്യം ഇത് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. PR ശ്രീജേഷിന് ഏതാണ് കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ
ഏതാണ്? പത്മഭൂഷൺ അല്ലെ, പത്മഭൂഷൺ പുരസ്കാരമാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ജോസ് ചാക്കോ പെരിയപ്പുറത്തിനും കിട്ടിയിട്ടുള്ളത് പത്മഭൂഷണാണ്. ഓക്കെ, ഇനി ഇവരുടെ മേഖലകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അനന്തനാഗ് കലയാണ്, നല്ലി കുപ്പുസ്വാമി ചെട്ടി വ്യാപാരം, മനോഹർ ജോഷി മരണാനന്തരമാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പൊതുകാര്യം, ശോഭന ചന്ദ്രകുമാർ കലയാണ്, കൈലാഷ് നാഥ് ദീക്ഷിത് പുരാവസ്തു, ശേഖർ കപൂർ കല, വിനോദ് ധാം ശാസ്ത്രം, പങ്കജ് പട്ടേൽ വ്യാപാരം, പങ്കജ് ഉദാസ് മരണാനന്തരം കലയാണ്. ജസ്റ്റ് ഒന്ന് കേട്ടുപോവാട്ടോ. ബിബേക് ദെബ്രോയ് മരണാനന്തരം സാഹിത്യം, സുശീൽ കുമാർ മോദി മരണാനന്തരം പൊതുകാര്യം. ഓക്കെ, ജതിൻ ഗോസ്വാമി കല, രാം ബഹാദൂർ റായ് സാഹിത്യം, സാധ്വി ഋതംബര സാമൂഹ്യ സേവനം, എസ് അജിത് കുമാർ കല, എ സൂര്യപ്രകാശ് സാഹിത്യം, നന്ദമുരി ബാലകൃഷ്ണ കല, പി ആർ ശ്രീജേഷ് കായികം, അതേപോലെ തന്നെ ജോസ് ചാക്കോ പെരിയപ്പുറം വൈദ്യരകം. അപ്പൊ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, പി ആർ ശ്രീജേഷിനും ജോസ് ചാക്കോ പെരിയപ്പുറത്തിനും ഏതാണ് കിട്ടിയ, പത്മഭൂഷൺ ആണോ എന്നൊക്കെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം അല്ലെ. അപ്പൊ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, ജോസ് ചാക്കോ പെരിയപ്പുറം എന്ന് പറയുമ്പോൾ മെഡിസിൻ അല്ലേ. അപ്പൊ മെഡിസിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശോഭനയ്ക്ക് മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ മെഡിസിനുമായിട്ട് ഇവിടെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ജോസ് ചാക്കോ പെരിയപ്പുറം വരുന്നത് നമ്മുടെ ശോഭനയുടെ ആ ഒരു സ്റ്റോറിയിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. പിന്നെ ഭൂഷണായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറെ ആഭരണങ്ങൾ, ഭൂഷണം എന്ന് പറയുമ്പോൾ ആഭരണം, അലങ്കാരം അല്ലെ. ശോഭന കുറെ ഇങ്ങനെ ആഭരണങ്ങളും ഒക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ 19 പേര്, അവരുടെ പേരുകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നോളും, ടെൻഷൻ വേണ്ട. ഒരു പ്രാവശ്യം കൂടെ ഒക്കെ വായിച്ചിട്ട് സെറ്റ് ആക്കാം കേട്ടോ. നമുക്ക് എക്സാമിന് 4 പേരിൽ നിന്ന് ജസ്റ്റ് ഒരാളെ ഐഡന്റിഫൈ ചെയ്താൽ മതി. പക്ഷെ പേരുകൾ നിങ്ങൾ പറഞ്ഞു തന്നെ പഠിച്ചു പോവാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്മവിഭൂഷൺ പുരസ്കാരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പത്മഭൂഷൺ പുരസ്കാരം എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? 19 പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞു അല്ലെ. ഇനി പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് 7 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ ഒരു മലയാളിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, MT വാസുദേവൻ നായർ അല്ലെ. അപ്പോ മരണാനന്തരമാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ് മേഖല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 7 പേരുടെ പേരുകളും അതേപോലെ തന്നെ ചെറിയ കുഞ്ഞു കണക്ഷൻസ് കൊടുത്തിട്ട് വേഗം പഠിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഓരോരുത്തരുടെ പേരുകളും അതേപോലെ തന്നെ ഫീൽഡും പറയാം. നാഗേശ്വര റെഡ്ഡി മെഡിസിൻ ആണ്, ജഗദീഷ് സിംഗ് കേക്കർ പബ്ലിക് അഫയേഴ്സ്, കുമുദിനി ലക്കിയ ആർട്സ്, എൽ സുബ്രഹ്മണ്യം ആർട്സ്, MT വാസുദേവൻ നായർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, ഒസാമു സുസുക്കി ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, ശാരദ സിൻഹ ആർട്സ് ആണ്. നമുക്ക് ഇനി ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഇത്ര ഓർത്ത് വെക്കാം, നമ്മുടെ ജഗദീഷ് നടൻ ഉണ്ടല്ലോ, അത്ര നല്ല കണക്ഷൻ ഒന്നുമല്ല, എന്നാലും ജസ്റ്റ് ഓർത്ത് വെക്കാം. ജഗദീഷ് നടൻ, ശാരദ നടീന്ന് അറിയാലോ അല്ലെ, പണ്ടത്തെ ഒരു നടി ഉണ്ടല്ലോ ശാരദ എന്ന് പറഞ്ഞിട്ട്. ശാരദ നടിയുടെ വിവാഹത്തിന് പോവായിരുന്നു കേട്ടോ. വിഭൂഷണുമായിട്ട് കണക്ട് ചെയ്തേക്കാണ്, വെച്ചിട്ട് വിവാഹത്തിന് പോവായിരുന്നു. അപ്പൊ സുസുക്കി ഓടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ സുസുക്കി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു നാഗം വന്നു. പക്ഷെ ലക്കിന് അതിന്റെ മുകളിൽ കൂടെ പോയില്ല കേട്ടോ. അപ്പൊ ഒരു നാഗം വന്നു, ലക്കിന് അതിന്റെ മുകളിൽ കൂടെ പോയില്ല. പോയിരുന്നെങ്കിൽ ആ നാഗം MT ആയേനെ. നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ MT, ചത്തുപോയനെ അല്ലെ, MT ആയേനെ എന്ന് ഓർത്തു വെക്കാം. അപ്പോൾ ഇത്രയും നമുക്ക് ഒന്നും കൂടെ നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? ജഗദീഷ് നടൻ ശാരദ നടിയുടെ വിവാഹത്തിന് വിഭൂഷണായിട്ട് കേട്ടോ, വെച്ചിട്ട് കണക്ട് ചെയ്യാണ്. വിവാഹത്തിന് സുസുക്കി ഓടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ നാഗം വന്നു, ലക്കിന് എന്തു പറ്റിയില്ല, അതിന്റെ മുകളിൽ കൂടെ പോയില്ല, അല്ലെങ്കിൽ നാഗം MT ആയേനെ, MT വാസുദേവൻ നായർ. ഓക്കെ, അതിന്റെ കൂടെ തന്നെ L സുബ്രഹ്മണ്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എനിക്ക് വലിയ കണക്ഷൻ കിട്ടിയില്ല, L സുബ്രഹ്മണ്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നമുക്കൊന്നും കൂടെ നോക്കാം. എന്തൊക്കെ നമ്മൾ പറഞ്ഞ? ജഗദീഷ് എന്ന് പറഞ്ഞു, അപ്പോൾ നടൻ ജഗദീഷ് സിൻഹ കേക്കർ, പിന്നെ ശാരദ സിൻഹ കേട്ടോ. ശാരദയുടെ വിവാഹത്തിന് പോയി, അപ്പൊ വെച്ചിട്ട് വിഭൂഷൺ. അപ്പൊ സുസുക്കി ഓടിച്ചിട്ടാണ് പോയിട്ടുള്ളത്, ഒസാമു സുസുക്കി. അപ്പൊ എന്ത് വന്നു? നാഗം വന്നു, നാഗേശ്വര റെഡ്ഡി. ലക്കിയ കുമുദിനി ലക്കിന് MT ആയില്ല അല്ലെ, അപ്പൊ MT വാസുദേവൻ നായർ. അതിന് കൂടെ തന്നെ L സുബ്രഹ്മണ്യം. ഓക്കെ, L സുബ്രഹ്മണ്യം. അപ്പോ നാഗേശ്വര റെഡ്ഡി മെഡിസിൻ, നാഗം കടിച്ചു കഴിഞ്ഞാലും മെഡിസിൻ കൊടുക്കേണ്ടി വരും അല്ലെ. പിന്നെ ജഗദീഷ് സിംഗ് കേക്കർ പബ്ലിക് അഫയേഴ്സ്, കുമുദിനി ലക്കിയ ആർട്സ്, L സുബ്രഹ്മണ്യം ആർട്സ്, MT വാസുദേവൻ നായർ ലിറ്ററേച്ചർ, ഒസാമു സുസുക്കി ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി കേട്ടോ, ശാരദ സിൻഹ ആർട്സ്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കാം. ഓക്കെ, അപ്പൊ പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളത് 7 പേർക്കാണ്
കിട്ടിയിട്ടുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പത്മശ്രീ പുരസ്കാരങ്ങളാണ് കേട്ടോ. 113 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ 2 മലയാളികൾക്ക് കൂടി കിട്ടിയിട്ടുണ്ട്. മിക്കവാറും അതൊക്കെ തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത. ഓക്കെ, പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് 2 മലയാളികൾക്കാണ്. 113 പേരുണ്ട്. അതിൽ നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല, വളരെ സെലക്റ്റീവ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരുടെയും പേരുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള PDF ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. IM വിജയൻ അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കറുത്ത മുത്ത എന്നറിയപ്പെടുന്ന IM വിജയൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആയിരുന്നു. അർജുൻ അവാർഡ് ജേതാവായിരുന്നു. 2003 അർജുൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ IM വിജയന്. അപ്പൊ പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് IM വിജയന് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അതേപോലെ തന്നെ K ഓമനക്കുട്ടിയമ്മ. ഓമനക്കുട്ടി കേട്ടിട്ടുണ്ടോ? ഓമനക്കുട്ടിയമ്മ എന്ന് പറയുന്നത് നമ്മുടെ MG ശ്രീകുമാറിന്റെ രാധാകൃഷ്ണന്റെ ഒക്കെ ചേച്ചിയായിട്ട് വരുന്നതാണ് കേട്ടോ. ഓമനക്കുട്ടിയമ്മയ്ക്ക് അക്കാഡമിക് മ്യൂസിക് ടീച്ചർ ആൻഡ് കർണാട്ടിക് വോക്കലിസ്റ്റ് ആണ്. അപ്പൊ ഓമനക്കുട്ടിയമ്മയ്ക്കും കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരുടെയും പേര് പറയുന്നില്ല, പക്ഷെ കുറച്ച് ആൾക്കാരുടെ പേര് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ, കാരണം ഇവരുടെ മേഖല വേണമെങ്കിൽ ചോദിക്കാം. ഹർവീന്ദർ സിംഗ് എന്ന് പറയുന്നത് ഇസ് ആൻ ഇന്ത്യൻ പാരലിമ്പിക് ആർച്ചർ ആണ്. Okay, he is a double Paralympic medalist, having won the gold at 2024 Paris and bronze at 2020 Tokyo in the men's singles ആർച്ചറി ഇവന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഗോൾഡും കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ബ്രോൺസും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഗോൾഡ് മെഡൽ 2024 പാരീസ് ഒളിമ്പിക്സിൽ കിട്ടിയിട്ടുണ്ട്. ബ്രോൺസ് മെഡൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ പാരലിമ്പിക് ആർച്ചർ എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വയ്ക്കുക കേട്ടോ. His medals were the first Paralympic gold and bronze archery medals for India. അപ്പൊ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ചോദിക്കാം. അപ്പൊ എല്ലാവരും അറിഞ്ഞു വെച്ചേക്കാം. ഇമ്പോർട്ടന്റ് ആണ്. ഹർവീന്ദർ സിംഗ് ഏതാണ് ഈവന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പാരാലിമ്പിക് ആർച്ചർ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അടുത്തത് R അശ്വിൻ. നിങ്ങൾക്ക് അറിയായിരിക്കും, ക്രിക്കറ്റ് അല്ലെ, ക്രിക്കറ്റ് ആണ്, തമിഴ്നാടാണ് സ്വദേശം. Ashwin has taken more than 500 wickets in Test and was the fastest bowler to reach 300 Test wickets in terms of the number of innings. He has won 11 Man of the Series awards in Test. അപ്പോൾ R അശ്വിൻ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് ആണ്. അദ്ദേഹത്തിനും പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ IM വിജയന് കിട്ടിയിട്ടുണ്ട്, പിന്നെ K ഓമനക്കുട്ടിയമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഹർവീന്ദർ സിംഗ് ഏതാണ് ഇവന്റ്? പാരലിമ്പിക് ആർച്ചർ ആണ്. R അശ്വിൻ ക്രിക്കറ്റ്, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. പിന്നെ സത്യപാൽ സിംഗിന് കിട്ടിയിട്ടുണ്ട്. പാരാ അത്ലറ്റിക്സിന്റെ കോച്ചാണ് കേട്ടോ സത്യപാൽ സിംഗ്. അപ്പൊ കോച്ച് എപ്പോഴും സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യാന്ന് ഓർക്കാം. സത്യപാൽ സിംഗ് കോച്ചാണ്, പാരാ അത്ലറ്റിക്സിന്റെ കോച്ചാണ് സത്യപാൽ സിംഗ്.